സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിന് ജീവപര്യന്തവും 24 വർഷം തടവും 80,30,000 രൂപ പിഴയും ശിക്ഷ. 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ വിധി. കള്ളസാക്ഷി പറഞ്ഞതിന് നിസാമിന്റെ ഭാര്യ അമലിനെതിരെയും തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ചന്ദ്രബോസ് ആക്രമിക്കപ്പെട്ട് 1 വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ശിക്ഷാവിധി. ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് നിസാമിന് വിവിധ വകുപ്പുകൾ പ്രകാരം 24 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. തടവിനു പുറമെ 71,30,000 രൂപ പിഴ ശിക്ഷയും വിധിച്ചു. ഇതിൽ നിന്ന് 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് KP സുധീർ ഉത്തരവിട്ടു. കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യ അമലിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങാനും കോടതി നിർദ്ദേശിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു പറഞ്ഞു. ഈ പ്രതിയുടെ വൈഫിനെതിരെ പർജറി നടപടി, അതായത് പ്രോസിക്യൂഷൻ നടപടി എടുക്കാനായിട്ട് ഉത്തരവായിട്ടുണ്ട്. അതേസമയം വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ചന്ദ്രബോസിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച ശിക്ഷ ഇതൊന്നല്ല. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ച വധശിക്ഷ വിധിക്കാൻ അത് തന്നെയാണ്. നമ്മുടെ സാറും അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ ഒരു തൃപ്തിയല്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ ബോസ് എനിക്ക് പറ്റിയതിന് നീതി കിട്ടി, അത്ര കിട്ടിയില്ല. 2015 ജനുവരി 29-നാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. പേരാമംഗലം CIയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 8 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ആകാംക്ഷയുടെ മണിക്കൂറുകൾക്കൊടുവിൽ ദീർഘനാളത്തെ തടവറയാണ് മുഹമ്മദ് നിസാമിന് കോടതി ശിക്ഷ വിധിച്ചത്. CG ദിൽജിത്തിനും PP സലീമിനും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം KM ഉമേഷ്. 2015 ജനുവരി 29-ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ചന്ദ്രബോസിന് നേരെ ആക്രമണം നടക്കുന്നത്. 19 ദിവസത്തെ ചികിത്സ ഫലിക്കാതെ ഫെബ്രുവരി 16-ന് ചന്ദ്രബോസ് അമല ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റിലായ വ്യവസായി മുഹമ്മദ് നിസാമിനെ രക്ഷിക്കാൻ പല ഭാഗത്തു നിന്നും ശ്രമങ്ങളുണ്ടായെന്ന ആരോപണം ശക്തമായിരുന്നു. സംഭവത്തിന് 1 വയസ്സു പിന്നിടാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് കോടതി വിധി. 2015 ജനുവരി 29 പുലർച്ചെ 3 മണി. ചന്ദ്രബോസ് എന്ന മനുഷ്യന്റെ ജീവിതത്തെ ദുർവിധി വേട്ടയാടിയത് അന്നായിരുന്നു. ശോഭ സിറ്റിയിലേക്ക് മദ്യപിച്ച് അതിവേഗത്തിൽ കാറോടിച്ചു വന്ന നിസാം സെക്യൂരിറ്റി ജീവനക്കാരുമായി വഴക്കുണ്ടാക്കി. തുടർന്ന് ചന്ദ്രബോസിനു നേരെ ക്രൂരമായ ആക്രമണം. മർദ്ദനമേറ്റ അവശനായ ചന്ദ്രബോസിനെ തന്റെ ആഡംബര കാർ കൊണ്ട് ഇടിച്ചു ചതുക്കുകയായിരുന്നു നിസാം. അവശനായി കിടന്ന ചന്ദ്രബോസിനെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസ് നിസാമിനെ കസ്റ്റഡിയിലെടുക്കുന്നു. നിസാം എന്ന വ്യവസായി രാഷ്ട്രീയക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. മരണത്തോട് മല്ലടിച്ച് ചന്ദ്രബോസ് ആശുപത്രിയിൽ കഴിയുമ്പോൾ നിസാമിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങളായിരുന്നു പുറത്ത്. പക്ഷേ കോടതിയുടെയും സത്യസന്ധരായ ഏതാനും ഉദ്യോഗസ്ഥരുടെയും നിതാന്ത ജാഗ്രത മാത്രം അതിന് തടസ്സമായി. താൻ രോഗിയാണെന്ന് കരുതി രക്ഷപ്പെടാനായിരുന്നു ആദ്യ ശ്രമം. പിന്നെ സാക്ഷികളെ കൂറുമാറ്റാൻ ഭീഷണിപ്പെടുത്തിയും പണമെറിഞ്ഞും നടത്തിയ ശ്രമങ്ങൾ. കോടതിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം. ഇതിനിടയിൽ DGPയെയും കമ്മീഷണർ ജേക്കബ് ജോബിനെയും ഉൾപ്പെടുത്തി വന്ന വിവാദങ്ങൾ. ഒടുവിൽ നിസാമിനെതിരെ കാപ്പ ചുമത്താൻ അധികൃതരുടെ തീരുമാനം. ഓരോ നിർണായക ഘട്ടങ്ങളിലും കോടതികളുടെ കൃത്യമായ ഇടപെടലുകൾ. ഒടുവിൽ അന്തിമ വിചാരണ. എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തൽ. കൊടും ക്രൂരതയ്ക്കിരയായ ഒരു മനുഷ്യന്റെ കുടുംബം ഒരു വശത്തും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവരുടെ പിന്തുണയോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു കൊടും ക്രിമിനൽ മറുവശത്തുമായി നിന്ന നീണ്ട നിയമ പോരാട്ടം. ഒടുവിൽ നീതിദേവത കൺതുറന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം നേമത്ത് RSS പ്രവർത്തകർ CPIM പ്രവർത്തകരെ വെട്ടി. 2 പ്രവർത്തകരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS പ്രവർത്തകർ വഴിയാത്രക്കാരനെയും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. കളക്ടർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നേമത്ത് നടക്കുന്ന RSS ആക്രമണം തുടരുകയാണ്. ഇന്നലെ രാത്രി 4 DYFI പ്രവർത്തകർക്ക് വെട്ടേറ്റു. ബൈക്കിൽ വരുമ്പോൾ തടഞ്ഞു നിർത്തി വെട്ടുകയായിരുന്നു. നേമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള RSSൻ്റെ ആക്രമണം പതിവാണ്. അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും CPMൻ്റെയും DYFI പ്രവർത്തകരെ ഇതുപോലെ ആക്രമിച്ചും ഭയപ്പെടുത്തിയുമൊക്കെ മാറ്റി നിർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. DYFI നേതാക്കളായ നിതിൻ, ശബരി, അഭിജിത്ത്, അനീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി പേർക്ക് ഒരാഴ്ചക്കിടെ മർദ്ദനമേറ്റിട്ടുണ്ട്. പോലീസ് അക്രമകാരികളെ സംരക്ഷിക്കുകയാണെന്നാണ് CPIM നേതാക്കളുടെ പരാതി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമ്പത്ത് MPയുടെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ മോഷണശ്രമം. പുലർച്ചെയായിരുന്നു സംഭവം. MPയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന മോഷണത്തിൽ പോലും നടപടി സ്വീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. പുലർച്ചെ 4 മണിക്കാണ് സമ്പത്ത് MPയുടെ ദില്ലി അശോക റോഡിലെ 44 നമ്പർ ഔദ്യോഗിക വസതിയിൽ മോഷണ ശ്രമം നടന്നത്. അടുക്കളവാതിലെ പൂട്ട് തല്ലിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. MP വസതിയിൽ ഇല്ലാത്തപ്പോഴായിരുന്നു മോഷണ ശ്രമം. MPയുടെ PA ആണ് വസതിയിലുണ്ടായിരുന്നത്.
എംപിയുടെ ഓഫീസ് മുറിയിൽ കയറിയ മോഷ്ടാവ് ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കുകളും പണമെന്ന് തെറ്റിദ്ധരിച്ച് പാസുകളടങ്ങിയ കവറും മോഷ്ടിക്കാനായി ശ്രമിച്ചു. അലമാര തുറക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ മുറിയിലുണ്ടായിരുന്ന എംപിയുടെ PA ശ്രീജിത്ത് ശബ്ദം വച്ചതിനെ തുടർന്ന് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഈ അടുക്കള പൊളിച്ച് തന്നെയാണ് ഇവൻ അതിനകത്ത് വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 4:30-ക്ക് ശേഷമാണ് ഇവൻ അതിനകത്ത് കയറിയിട്ടുള്ളത്. ഈ അരമണിക്കൂർ ടൈമിനകത്ത് ഇതിനകത്ത് വന്ന് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ചെയ്തു വെച്ചു. ലാപ്ടോപ്പ് എടുത്ത് വെച്ചു, എടുക്കാനുള്ള ഹാർഡ് ഡിസ്ക് അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇത് പൈസയാണെന്ന് കരുതി വേറെ സാധനം എടുത്ത് വെച്ചു, വാച്ചുകളെല്ലാം എടുത്ത് വെച്ചു. ഉടൻ ദില്ലി പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് കനത്ത അനാസ്ഥയാണ് കാണിച്ചത്. വേണ്ട രീതിയിൽ പരിശോധന നടത്താനോ വിവരം ശേഖരിച്ച് മൊഴി രേഖപ്പെടുത്താനോ ദില്ലി പോലീസ് തയ്യാറായില്ല. മുമ്പ് ഒരു പ്രാവശ്യം, ഇന്നലെ രണ്ട് പ്രാവശ്യം ഉള്ളതിൽ ഒരു പ്രാവശ്യം ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോഷണം നടന്നതാണ്, ലാപ്ടോപ്പും മൊബൈലും മോഷണം നടന്നതാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായ ഒരു ആക്ഷൻ എടുക്കാൻ ഡൽഹി പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്ന് വെറും ഒരു FIR തയ്യാറാക്കി എൻ്റെ ഒരു കോപ്പി അവർ തന്നു, കഴിഞ്ഞു. ഇതായിരുന്നു അവരുടെ പരിപാടി. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് അവരുടെ പ്രതികരണം. മുമ്പും എംപിയുടെ വസതിയിൽ മോഷണം നടന്നപ്പോൾ പോലീസിനെ അറിയിച്ചപ്പോഴും ഇതേ അനാസ്ഥയാണ് കാണിച്ചിരുന്നത്. മന്ത്രിമാരും എംപിമാരും താമസിക്കുന്ന അശോക റോഡിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് അതീവ സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണം ശക്തമാണ്. ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ISI ബന്ധം സംശയിക്കുന്ന ഗുരുദാസ്പൂർ SP-യുടെ വീട്ടിൽ NIA റെയ്ഡ്. SP-യെ പെരുമാറ്റ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയനാകും. അതേസമയം പഞ്ചാബ് അതിർത്തിയിലൂടെ വീണ്ടും ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമമാണ്. പത്താൻകോട്ട് ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന SP സൽബീന്ദർ സിംഗിന്റെ വസതിയിൽ ഉൾപ്പെടെ 6 NIA ഇന്ന് റെയ്ഡ് നടത്തിയത്. SP-യുടെ സഹായി മദൻ ഗോപാലിന്റെ വസതിയിലും സുഹൃത്തും ജൂവലറി ഉടമയുമായ രാജേഷ് വർമ്മയുടെ വസതിയിലും ജൂവലറിയിലും റെയ്ഡ് നടത്തി. സൽബീന്ദറിനെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്ന ടീമിന് മുന്നിൽ SP-യെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കുമെന്ന് NIA അറിയിച്ചു. ഇയാളുടെ സ്വഭാവ സവിശേഷതകളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാനാണിത്. എന്നാൽ പരിശോധനയുടെ വിശദാംശങ്ങൾ NIA വ്യക്തമാക്കിയിട്ടില്ല. കേസിന്റെ തുടരന്വേഷണത്തെ ബാധിക്കുമെന്നതിനാലാണിത്. അതേസമയം പഞ്ചാബ് അതിർത്തിയിലൂടെ വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായി. 3 പേരാണ് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത്. ഇതിൽ ഒരാളെ വെടിവെച്ച് വീഴ്ത്തിയതായും BSF അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് രാജ്യതലസ്ഥാനത്തുൾപ്പെടെ സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാനിൽ തുടർച്ചയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് കാരണം തീവ്രവാദികൾ പുതിയ തലമുറയെ ലക്ഷ്യമിടുന്നതാണെന്ന് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. നടുക്കം വിട്ടുമാറിയിട്ടില്ല ഇസ്ലാമാബാദിന് ഇപ്പോഴും. ചോരയിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന അവരുടെ ഭാവി ജീവിതങ്ങളുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവർക്ക് മുന്നിൽ. 4 അംഗ തീവ്രവാദി സംഘം യൂണിവേഴ്സിറ്റി സമുച്ചയത്തിനുള്ളിൽ കയറി തലങ്ങും വിലങ്ങും വെടിയുതിർക്കുകയും 10 സ്ഫോടന പരമ്പരകൾ നടത്തുകയും ചെയ്തപ്പോൾ കുട്ടികൾ നിസ്സഹായരായിപ്പോയി. 20 കുട്ടികളും ഗൺമാന്മാരും തീവ്രവാദികളുമടക്കം ജീവനറ്റ് വീണത് 30 പേർ. കഴിഞ്ഞ 1 വർഷത്തിനിടെ പാകിസ്ഥാനിൽ കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന വലിയ 2ാമത്തെ ആക്രമണമാണിത്. പെഷവാറിൽ പാകിസ്ഥാനി താലിബാൻ തീവ്രവാദികൾ കൊന്നൊടുക്കിയത് അധ്യാപകരും കുട്ടികളുമടക്കം 150ഓളം പേരെയായിരുന്നു. മറ്റു പലയിടങ്ങളിലുമുണ്ടായ തെഹ്രിക്ക് താലിബാന്റെ ചാവേർ ആക്രമണങ്ങളിലും ലക്ഷ്യം കുട്ടികളായിരുന്നുവെന്ന് സൈനിക ഏജൻസി സൂചിപ്പിക്കുന്നു. ഇതിനെ തടയാൻ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിരീക്ഷണം ഏർപ്പെടുത്താനാണ് പാകിസ്ഥാന്റെ തീരുമാനം. കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ തങ്ങൾക്ക് ലഭിക്കേണ്ട അംഗബലം കുറയുന്നതാണ് തീവ്രവാദി സംഘടനകളെ ഇത്തരത്തിൽ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ തങ്ങൾ ഭയക്കുന്നതായി പാകിസ്ഥാനിലെ മാതാപിതാക്കളും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. കെ മാണിക്കെതിരായ ബാർ കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രഹസന നാടകം നടത്തിയെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. SP R സുകേശൻ വിജിലൻസ് ഡയറക്ടർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും അന്വേഷണം തുടർന്നതായി തെളിഞ്ഞു. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് 2 ദിവസത്തിന് ശേഷം ബിജു രമേശിന്റെ ഓഫീസിലെത്തി സുകേശൻ തെളിവെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. കെ മാണിക്കെതിരായ തുടരന്വേഷണം പൂർത്തീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP R സുകേശൻ വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2016 ജനുവരി 5-നാണ്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും ബിജു രമേശിന്റെ ഓഫീസിലെത്തി സുകേശൻ അന്വേഷണം തുടർന്നിരുന്നതായി CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച 2 ദിവസത്തിന് ശേഷമാണ് സുകേശൻ തെളിവെടുപ്പ് പ്രഹസനം നടത്തിയത്. ബാറുടമ ബിജു രമേശിന്റെ ഉടമസ്ഥയിലുള്ള രാജധാനി ഓഫീസിലേക്ക് രാവിലെ 11:53 സുകേശൻ കടന്നുവരുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 1 മണിക്കൂറും 6 മിനിറ്റും സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലുണ്ടായിരുന്നു. ഓഫീസിൽ നിന്നും മടങ്ങുന്നത് 1 മണി 3 മിനിറ്റിനാണെന്ന് CCTV ദൃശ്യങ്ങൾ പറയുന്നു. ബിജു രമേശിന്റെ ചീഫ് അക്കൗണ്ടന്റ് അജീഷ് മോഹനിൽ നിന്നും മൊഴിയെടുത്ത സുകേശൻ അന്നേ ദിവസം രാവിലെ മുഖ്യസാക്ഷി അമ്പിളിയെയും കൂട്ടി മാണിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്ര ചെയ്ത് സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്തി.
അന്തിമ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മുമ്പാകെ സമർപ്പിച്ച സുകേശൻ അതിനുശേഷം എന്തിനാണ് ഈ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തിയെന്നത് ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.